പ്രിയപ്പെട്ടവരെ, UAE-ക്കെതിരെ ഇപ്പോൾ ഇറാൻ അതിശക്തമായ തന്ത്രപരമായ ഒരു ആക്രമണം നടത്തിയിരിക്കുകയാണ്. ഹോർമുസ് കടലിടുക്ക് വഴി അല്ലാതെ ഇന്ധനങ്ങൾ പുറത്തേക്ക് എത്തിക്കാനുള്ള UAE-യുടെ ഏക മാർഗമാണ് ഇപ്പോൾ ഇറാൻ തടസ്സപ്പെടുത്തിയിരിക്കുന്നത്. ഈ മാപ്പിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ സാധിക്കും, ഇതാണ് UAE-യുടെ ഹബഷാൻ ഫുജൈറ പൈപ്പ് ലൈനാണ് ഇപ്പോൾ തകർത്തിരിക്കുന്നത്. ഈ മാപ്പിലേക്ക്, ഗൂഗിൾ മാപ്പിലേക്ക് വന്നാൽ നിങ്ങൾക്ക് ഒന്നുകൂടെ ഇതിന്റെ ചിത്രം വ്യക്തമാകും. ഇവിടെയാണ് നമുക്കറിയാം ഹോർമുസ് കടലെടുക്ക്. ഈ UAE-യിൽ നിന്നാണെങ്കിലും അതുപോലെ മറ്റു ഖത്തർ, ബഹ്റൈൻ, അതുപോലെ സൗദി അറേബ്യ തുടങ്ങിയ രാഷ്ട്രങ്ങളിൽ നിന്നെല്ലാം എണ്ണ വരുന്നത് ഹോർമുസ് കടലെടുക്ക് വഴിയാണ് പുറത്തേക്ക് പോകുന്നത്. ഇവിടെയാണ് ഇറാൻ ഇപ്പോൾ അടച്ചിരിക്കുന്നത്. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ ഇറാൻ തകർത്തിരിക്കുന്ന പൈപ്പ് ലൈൻ ഉള്ളത് UAE-യുടെ ഹബഷാൻ എന്നറിയപ്പെടുന്ന സ്ഥലത്താണ്. ഇവിടെയാണ് UAE-യുടെ ഹബഷാൻ എന്ന് പറയുന്ന സ്ഥലം. അതുപോലെ തന്നെ ഇവിടെയാണ് ഫുജൈറ. ഈ ഫുജൈറയിലേക്ക് ഹബഷാനിൽ ഇത് ബന്ധിപ്പിക്കുന്ന പൈപ്പ് ലൈനാണ് ഇപ്പോൾ ഇറാൻ തകർത്തിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്കറിയാം, ഇവിടെയാണ് ഹോർമുസ് കടലെടുക്ക്. എന്നാൽ ഹബഷാനിൽ നിന്നും പൈപ്പ് ലൈൻ വഴി എണ്ണ ഫുജൈറയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഹോർമുസ് കടലെടുക്ക് ഇല്ലാതെ തന്നെ ഇന്ധനങ്ങൾ പുറത്തേക്ക് എത്തിക്കാൻ UAE-ക്ക് സാധിക്കുമായിരുന്നു. സാധാരണ എത്തിക്കുന്ന അത്രയും കൂടുതൽ സപ്ലൈ ചെയ്യാൻ കഴിയില്ലെങ്കിൽ പോലും ഒരു വഴി അവിടെ UAE-ക്ക് മുന്നിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഈ പൈപ്പ് ലൈനാണ് ഇപ്പോൾ ഇറാൻ തകർത്തിരിക്കുന്നത്. അതേസമയം സൗദി അറേബ്യയിലും അവരുടെ കിഴക്ക് പടിഞ്ഞാറ് ഒരു പ്രധാനപ്പെട്ട ഒരു പൈപ്പ് ലൈൻ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഈ പൈപ്പ് ലൈനെ ഇറാൻ ഇതുവരെ ആക്രമിച്ചതായി റിപ്പോർട്ടില്ല. സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം പേർഷ്യൻ ഗൾഫ് കടലിൽ നിന്നും ഈ ഭാഗത്തു നിന്നുള്ള എണ്ണയെല്ലാം അവർക്ക് ചെങ്കടൽ വഴി സപ്ലൈ ചെയ്യാൻ സാധിക്കും. ഈ പൈപ്പ് ലൈൻ വഴി സാധാരണ രീതിയിൽ ഞാൻ പറഞ്ഞു, അത്ര തന്നെ സപ്ലൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും ഇങ്ങനെ ഒരു ബദൽ സംവിധാനം ഇവിടെ നിലവിലുണ്ട്. എന്നാൽ ഈ സംവിധാനത്തിന് ഇറാൻ ആക്രമിച്ചിട്ടുണ്ടോ എന്ന കാര്യം വ്യക്തമല്ല. ഒരുപക്ഷെ സൗദി അറേബ്യയിൽ നിന്ന് അത്തരം വാർത്തകൾ പൊതുവെ പുറത്തു വരാറില്ല. അങ്ങനെ ആക്രമിച്ചിട്ടുണ്ടോ എന്ന കാര്യം വ്യക്തമല്ല. എന്തായിരുന്നാലും UAE സംബന്ധിച്ചിടത്തോളം ഇത് വലിയ രൂപത്തിലൊരു പ്രഹരമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം UAE സംബന്ധിച്ചിടത്തോളം ഇപ്പുറത്തുള്ളത് ഒമാനാണ്. ഒമാൻ ഒരിക്കലും അങ്ങനെ ഒരു സംവിധാനത്തിന് അനുമതി നൽകുകയില്ല. കാരണം അത് ഇറാന്റെ ഭാഗത്തുള്ള ആക്രമണങ്ങൾക്ക് ഒരുപക്ഷെ കാരണമായേക്കാം. എന്നാൽ UAE സംബന്ധിച്ചിടത്തോളം ഈ ഫുജൈറയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ഫുജൈറയിൽ വെച്ച് എണ്ണ പുറത്തേക്ക് എത്തിക്കാൻ സാധിക്കും. എന്നാൽ ഇതിന് നേരെയാണ് ഇപ്പോൾ ഇറാൻ ആക്രമിച്ചിരിക്കുന്നത്. UAE-യിൽ പല സ്ഥലങ്ങളിൽ ഇന്ന് ഇറാൻ ആക്രമിച്ചിട്ടുണ്ട്. ഷാർജയിൽ അടക്കം ഇന്ന് ആക്രമണം ഉണ്ടായതായി റിപ്പോർട്ടുണ്ട്. അതുപോലെ UAE-യുടെ എണ്ണ റിഫൈനറിയിൽ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല, ഇപ്പോൾ അറബ് രാഷ്ട്രങ്ങൾക്ക് ഇറാൻ വ്യക്തമായൊരു താക്കീത് നൽകിയിട്ടുണ്ട്. ഇറാൻ പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ സുരക്ഷയും സാമ്പത്തിക ഭദ്രതയും നിലനിൽക്കണം എന്ന് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അമേരിക്കയെ നിങ്ങളുടെ നാടുകളിൽ നിന്നും പുറത്താക്കിയേ മതിയാകൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പൂർണ്ണമായ സുരക്ഷയും അതുപോലെ സാമ്പത്തിക ഭദ്രതയും ഉണ്ടാകും. അല്ല എങ്കിൽ നിങ്ങളെ സാമ്പത്തികമായി തകർക്കുമെന്ന് തന്നെയാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ച് UAE-ക്ക് വ്യക്തമായ വാണിംഗ് ആണ് ഇറാൻ നൽകിയിട്ടുള്ളത്. സാമ്പത്തികമായി എല്ലാ അർത്ഥത്തിലും തളർത്തിക്കളയും എന്ന ഒരു മുന്നറിയിപ്പ് UAE-ക്ക് ഇപ്പോൾ ഇറാൻ നൽകിയിട്ടുണ്ട്. എന്തായിരുന്നാലും ഈ ആക്രമണത്തിലൂടെ ഗൾഫ് രാഷ്ട്രങ്ങൾ വലിയ രൂപത്തിലുള്ള പ്രതിസന്ധിയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്.